ലഹരിക്കെതിരെ കൊടുങ്കാറ്റാവാൻ കേരളത്തിലെ പോലീസിന് കർശന നിർദ്ദേശം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ആദ്യ നീക്കം തന്നെ ശ്രദ്ധേയമായിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന ഓപ്പറേഷൻ കുബേര മൂലം വട്ടിപ്പലിശക്കാരായ ധനമോഹികൾ അല്ലറ ചില്ലറ പൊല്ലാപ്പൊന്നുമല്ല അക്കാലത്ത് അനുഭവിച്ചത്. ചെക്കും പ്രോമിസറി നോട്ടും കിടപ്പാടത്തിന്റെ ആധാരവും കൈക്കലാക്കിയ ശേഷം കടം കൊടുക്കുന്ന പണത്തിന്റെ കൊള്ളപ്പലിശ കൊണ്ട് മാത്രം കുബേരന്മാരായ പലരും വാങ്ങിയ പണത്തിന്റെ പല മടങ്ങാണ് കേസും ബുക്കാറും ഒഴിവാക്കാനായി പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കയറി ഇറങ്ങി അന്ന് ചെലവാക്കിയത്. കേരളത്തിൽ തഴച്ചു വളരുന്ന ലഹരി മാഫിയ സംഘങ്ങളെയെല്ലാം അവരുടെ ഒളിത്താവളങ്ങളിലെത്തി പിടികൂടി ചുട്ടികുത്താനാണ് VD മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായ ശേഷം ഓപ്പറേഷൻ തൂഫാനിലൂടെ രമേശൻ മന്ത്രിയുടെ തീരുമാനം. സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളിൽ ലഹരി മരുന്നും വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തിയാൽ കുറ്റക്കാരാവുന്നവർ എത്ര ഉന്നതങ്ങളിൽ പിടിയുള്ളവരായാൽ പോലും വെറുതെ വിടണ്ട എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനം. അതിർത്തി കടമ്പകളിൽ കർശനമായ നിരീക്ഷണവും പരിശോധനകളും ഉറപ്പാക്കാനാണ് പോലീസിനുള്ള നിർദ്ദേശം. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും രഹസ്യ സങ്കേതങ്ങളിലും പരസ്യമായി നടക്കുന്ന DJ പാർട്ടികളിലും ലഹരി വലിച്ചു കയറ്റിയും ഉടുതുണി അഴിച്ചും അറമാദിക്കുന്നവരുമെല്ലാം കയ്യോടെ പിടികൂടപ്പെട്ട് കയ്യാമം വെച്ച് അകത്താകാനുള്ള സകല അധികാരങ്ങളും പോലീസിന് നൽകിയ മിടുക്കനായ വകുപ്പ് മന്ത്രിക്ക് ഇരിക്കട്ടെ ഒറ്റമൈന വക ഒരു ബിഗ് സല്യൂട്ട്. നാട്ടിലുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകൾ ജനസൗഹൃദമാക്കുമെന്ന പ്രഖ്യാപനവും സ്റ്റേഷൻ പരിസരങ്ങളിൽ വിഷപ്പാമ്പുകൾക്ക് വാസസ്ഥലം ഒരുക്കി കൂടിക്കിടക്കുന്ന ദുരുമ്പെടുത്ത വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള രമേശിന്റെ തീരുമാനവും അഭിനന്ദനം അർഹിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിലൂടെ നിർഭയ കേരളം എന്ന പേരും പിങ്ക് പോലീസിംഗിലൂടെയും അല്ലാതെയും സംസ്ഥാനത്തിന് സ്വന്തമാവുകയാണ്. പോലീസ് തലപ്പത്തെ വിലയേറിയ തലപ്പാവുകാർ പലരും അഴിച്ചുപണിക്കും അറ്റകുറ്റപ്പണിക്കും വിധേയരാവുമെന്നും പറയാതെ വയ്യ. ആളടുത്തറിയണം പൊന്നൊരച്ചറിയണം എന്ന ചൊല്ല് ശരിവെക്കുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാനും ലഹരി വേട്ടയും.